പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഇറാൻ 14 ഇനം നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് സമർപ്പിച്ചത്. കൃത്യവും വ്യക്തവുമായ രീതിയിൽ തങ്ങളുടെ IRGCയും ഗവൺമെന്റും സംയുക്തമായ രീതിയിൽ കൂടിയാലോചിച്ച് എടുത്ത ഔദ്യോഗികപരമായിരിക്കുന്ന തീരുമാനമാണ്. ഇത് പാലിക്കപ്പെടുന്ന പക്ഷം വളരെ എളുപ്പം ഈ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവാനും സാമ്പത്തികപരമായുള്ള പ്രയാസം മറ്റു ലോക രാജ്യങ്ങൾക്കുള്ളത് ഇല്ലാതാക്കാനും യഥാർത്ഥത്തിൽ സാധിക്കും എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല, വിപരീത രീതിയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുക ഏറ്റവും കൂടുതൽ അമേരിക്കയും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളും രാജ്യങ്ങളും അതോടൊപ്പം ഇസ്രായേലുമായിരിക്കും. അത് കനത്തിൽ മുറിവേൽക്കും. ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. തങ്ങൾ ഉപയോഗിക്കാത്ത ആയുധങ്ങളും തങ്ങൾ ചെയ്യാത്ത യുദ്ധമുറകളും തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടുന്ന ദിവസമാണ്, അല്ലെ ദിനരാത്രമാണ് വരാൻ പോകുന്നത് എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ 14 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ഇതിനെ യഥാർത്ഥത്തിൽ ബന്ദികളെ വെച്ച് ഹമാസ് വിലപേശുന്ന പോലെയാണ് ആണവായുധം വെച്ചുകൊണ്ട് ഇറാൻ വിലപേശുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കപ്പെട്ടത് എന്നുള്ള കാര്യം, അതായത് ഈ അമേരിക്കക്ക് സമർപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതിലൊന്ന് ഫസ്റ്റ് തന്നെ പറയുന്നത് 30 ദിവസത്തെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക. 2 മാസം വെടിനിർത്തൽ എന്ന് പറയുന്ന വിഷയമില്ല. അഥവാ 30 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുക. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച പോലും വേണ്ട, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് നിർദ്ദേശങ്ങളൊന്ന്. അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണം അതിനോട് കൂടെ തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. രണ്ടാമത്തത് താൽക്കാലികമായ വെടിനിർത്തലിന് പകരം പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം. അതായത് ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയായ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇറാന് നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക വെടിനിർത്തലിന് പകരമായിട്ടുള്ള പൂർണ്ണ യുദ്ധവിരാമമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്, തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തത് വീണ്ടും ആക്രമിക്കില്ലെന്ന് മധ്യസ്ഥർ ഉറപ്പ് നൽകണം. അഥവാ സുരക്ഷാ ഗ്യാരണ്ടി തരണം. അതല്ലാത്തതിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്തുകൊണ്ട് ചായപ്പ് കുടിച്ച് പിരിയുന്ന പരിപാടിയോട് തങ്ങൾക്ക് താല്പര്യം, തങ്ങൾ പങ്കെടുക്കുകയില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ മുന്നോട്ട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. സുരക്ഷാ ഗ്യാരണ്ടി തരണം. അത് മധ്യസ്ഥരാണ് തരേണ്ടത്, മറ്റുള്ള ലോക രാജ്യങ്ങളാണ് തരേണ്ടത്. അവർ വെക്കുന്ന ഗ്യാരണ്ടി മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് വീണ്ടും അക്രമം ഉണ്ടാവില്ല എന്നുള്ള സുരക്ഷാ ഗ്യാരണ്ടിയാണ് അവർ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് വിശദീകരണം പറയുന്നുണ്ട്. 2025 തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, 2026 ആക്രമിച്ചിട്ടുണ്ട്. ഇത് പാരമ്പര്യമായ രീതി അല്ലെങ്കിൽ തുടർച്ചയായ രീതിയിൽ ഓരോ വർഷത്തിലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അത്തരമൊരു സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുരക്ഷാ ഗ്യാരണ്ടി തരുന്നത്, ആവശ്യപ്പെടുന്നത് എന്നാണ് അതിൽ പറയുന്നത്. നാലാമത്തത് ഇറാന് ചുറ്റുമുള്ള അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഒഴിവാക്കുകയും പരിസര മേഖലയിലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയുമാണ്. അതായത് കപ്പലുകൾ, പ്രത്യേകിച്ച് വാണിജ്യ കപ്പൽ, യാത്രാ കപ്പൽ ഈ മേഖലയോടൊക്കെ പോകുന്ന സമയത്ത് അമേരിക്കയുടെ മറീനുകൾ ഈ കപ്പലിന്റെ അകത്ത് ആയുധം വെച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഒരു ഭയപ്പാടുണ്ടാവും. അപ്പോൾ ഒരു സുഖകരമായിരിക്കുന്ന ഒരു യാത്ര ആ മേഖലയിൽ ഒരിക്കലും സാധ്യമല്ല. അതിനെന്ത് ചെയ്യണം? ഇറാന് ചുറ്റുമുള്ള ഈ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അവർ വന്നിടത്തേക്ക് മടങ്ങണം, ഞങ്ങളുടെ കടൽ മേഖലയിൽ നിന്ന് ഒഴിവായി പോകണം എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അഞ്ചാമത്തത് ഓർമുസിന്റെ ഉപരോധം പിൻവലിക്കണം. ഓർമുസിൽ ഇപ്പൊ നിലവിൽ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കപ്പലുകൾക്ക്, വാണിജ്യ കപ്പലുകൾക്കും ഈ പെട്രോളിയം കപ്പലുകൾക്കൊന്നും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്നില്ല. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നൊക്കെ അവർ തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അത് വഴിമാറ്റുന്നു. അങ്ങനത്തെ കുറച്ച് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ഉപരോധം പിൻവലിച്ച് അവരവിടെ ഒഴിവായ ആ പ്രശ്നം തീർന്നു. കടൽപ്പരപ്പിൽ മറീനുകളെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ആറാമത്തത് ഓർമുസ് കടലിനായി പുതിയ ഭരണ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം. ഓർമുസിന്റെ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഭരണ സംവിധാനം, പുതിയൊരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഉദ്ദേശ കാര്യങ്ങൾ, ഇറാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും ഇല്ല. ഇതൊരു മനസ്സിലാകാത്തൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. അതിലിങ്ങനെ പറയുന്നത് ഓർമുസ് കടലിനായി പുതിയ ഭരണ സുരക്ഷാ സംവിധാനം. ഇത് അമേരിക്കയോട് പറയേണ്ട കാര്യമില്ല, ഇത് യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടാക്കേണ്ടതാണ്. അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടാക്കേണ്ടത് അവരാണ്. എന്നാൽ ഇത് അമേരിക്കയോട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിലെന്തോ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഏഴാമത്തത് പറയുന്നത് അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കണം.
കടൽ ഉപരോധം അതും പിൻവലി. ഈ ഓർമസ് കടൽ മാത്രമല്ല, ഓർമസ് കടൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അറേബ്യൻ കടലിലും ഈ ഒമാന്റെ കടൽ തീരത്തും ഈ ഭാഗങ്ങളിലൊക്കെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും സൈനിക സംവിധാനങ്ങളും അങ്ങനത്തെ കുറെ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. രാത്രിയിൽ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ കപ്പലിൽ നിന്ന്. അതുകൊണ്ട് മറ്റ് കപ്പലുകളൊക്കെ അന്താരാഷ്ട്ര പാതയിലൂടെ പോകുന്ന സമയത്തൊക്കെ ഈ ശബ്ദവും ഈ വെളിച്ചവും അമേരിക്കയുടെ ഈ സാന്നിധ്യങ്ങളും ഒച്ചപ്പാട് കാണുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. കാരണം അമേരിക്കക്കാരാണ്, വെടിവെച്ച് ആരോടും ചോദിക്കാനില്ല, ആരും ഒരു UN സഭയും അതിൽ ഇടപെടുകയില്ല. അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടി ഇപ്പം നിലവിൽ ഇറാൻ ഉണ്ട് എന്നല്ലാതെ ലോകത്തൊരു രാജ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ചാൽ മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കപ്പൽ തകർന്നാൽ തകർന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പം ശ്രീലങ്കയുടെ കടൽ തീരത്ത് വെച്ചിട്ടാണ് ഇറാന്റെ ഒരു കപ്പലിനെ അമേരിക്ക മുക്കുന്നത്. ആ മുക്കിയത് അറിഞ്ഞത് കൊണ്ടാണ് ലോകം അത് ചർച്ച ചെയ്തത്, അറിഞ്ഞിട്ടില്ല അതറിയില്ല. അപ്പോൾ ഏകദേശം 36ഓളം ആളുകൾ കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവരുടെയും ബോഡി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ റിപ്പോർട്ടുകൾ. 60 പേരെങ്ങാനും ശ്രീലങ്കൻ നാവികപ്പട വന്നിട്ട് രക്ഷപ്പെടുത്തി എന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ, ചതിയിലൂടെ ആളുകളെ കൊല്ലുകയും ചതിയിലൂടെ കപ്പൽ മുക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം എല്ലാ കാലത്തും അമേരിക്ക ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപരോധം പിൻവലിക്കുകയും ഈ മറീനുകളെ നീക്കുകയും കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് അവർക്ക് ആവശ്യമില്ലാത്ത അന്താരാഷ്ട്ര പാതയിലൊന്നും അവർക്ക് നിലനിൽക്കേണ്ട കാര്യമില്ല. മറ്റുള്ള കപ്പലുകൾക്കും യാത്രക്കാർക്കും പ്രയാസവും ബുദ്ധിമുട്ടുമാകുന്ന രീതിയിലുള്ള വിന്യസിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവർ മാറി നിൽക്കണം. 8ാമത്തെ, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. പരമാധികാരം അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. അതൊരു രാജ്യമാണ്, അവരുടെ ഭരണകൂടമുണ്ട്, അവരുടെ ഭരണഘടനയുണ്ട്, അവരുടെ ഒരു സംവിധാനമുണ്ട്, അവരുടെ സൈനികരുണ്ട്, ഗവൺമെന്റുണ്ട്, ജനങ്ങളുണ്ട്, ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്, അവർ അഭിമാനികളാണ്. അതോടൊപ്പം തന്നെ ഒരു മതവിശ്വാസത്തിന്റെ ചട്ടക്കൂട്ടം ജീവിക്കുന്നതാണ്. ഇങ്ങനെ ഒരു രാജ്യത്തിനും അതിന്റെ സംവിധാനത്തിനും വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് അമേരിക്ക അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തത് കൊണ്ടാണ് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അപ്രത്യക്ഷമായ രീതിയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരമാധികാരത്തെ അംഗീകരിക്കണം. ഓർമസിന്റെ അവകാശം ഇറാനിൽ നിശ്ചയപ്പെടുത്തണം. ഓർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അവകാശ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർമസിൽ ഈ ഇറാനിൽ നിശ്ചയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യണം എന്നുകൂടി അതിൽ പറയുന്നു. 9ാമത്തേത്, അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകണം. വ്യത്യസ്ത ലോക രാജ്യങ്ങളെല്ലാം അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാന്റെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. $9 ബില്യൺ എന്നൊക്കെ പറയുന്നുണ്ട്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 90 മില്യൺ എന്ന് പറയുന്നുണ്ട്. ഒരു കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഏതായാലും വലിയ രീതിയിലുള്ള സംഖ്യകൾ പല രാജ്യങ്ങളടുത്തും അമേരിക്ക മരവിപ്പിച്ചതുണ്ട്. അത് അവർക്ക് റിട്ടേൺ തിരിച്ചു കിട്ടണം. 10ാമത്തേത്, സാമ്പത്തിക ഉപരോധം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന സമയത്ത് 979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു, റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുന്നു. 980 അമേരിക്ക അതിന് ഉപരോധം ഏർപ്പെടുത്തുന്നു. 980 കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആ സമയത്ത് ഈ വിപ്ലവകാരികൾ അമേരിക്കയുടെ പൗരന്മാരെയും അമേരിക്കൻ എംബസിയും അടക്കുകയും അവരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും അവരെ ജയിലടക്കുകയും ചെയ്തു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറേ സംസാരവും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 80 മുതൽ യഥാർത്ഥത്തിൽ അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് 2026 നമ്മൾ സംസാരിക്കുന്ന സമയത്തും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ തന്നെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാമ്പത്തിക മൂല്യം തകരാനും ഇടിയാനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇതിന് സാധ്യമായിട്ടുണ്ട്. പിന്നെ അവർ പെട്രോളിയം ഉണ്ടാക്കി ആ വിൽപ്പന നടത്തി, അത് ബ്ലാക്ക് ആയിട്ട് വിൽപ്പന നടത്തിയിട്ടൊക്കെയാണ് രാജ്യത്തെ പിടിച്ചു നിർത്തിയത്. സാമ്പത്തിക സൈനിക മേഖലയിലൊക്കെ വലിയ ശക്തി ഉണ്ടാവാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇത് അപ്പാടെ തന്നെ പിൻവലിക്കണം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ 10ാമത്തെ. 11ാമത്തേത് പറഞ്ഞ യുദ്ധനാശത്തിന് നഷ്ടപരിഹാരം നൽകണം. അത് 2025 ഇസ്രായേൽ ആക്രമിച്ചതോടനുബന്ധിച്ച് തന്നെ UN സഭയിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് തങ്ങളുടെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചിരിക്കുന്നു, വലിയ നാശങ്ങളും നഷ്ടമുണ്ടായിരിക്കുന്നു, വലിയ മരണങ്ങളുണ്ടായിരിക്കുന്നു, തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. 2ാം ലോക യുദ്ധത്തിൽ ഹോളോകോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജൂതന്മാരെ ഈ ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായ സമയത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ UN സഭയും സമീപിച്ചുകൊണ്ട് അവർ നഷ്ടപരിഹാരം വാങ്ങിയിട്ടുണ്ട്. ജൂതന്മാർ
ജൂതന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സ്ഥിതി ജർമ്മനിക്ക് ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്നതിനാൽ അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. 1-2 രാജ്യത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അതിന് അവകാശികളാണ്. കാര്യം തങ്ങളുടെ രാജ്യത്തെ നശിപ്പിച്ചിരിക്കുന്നു, തങ്ങളുടെ രാജ്യത്തെ ഒരുപാട് നേതാക്കന്മാരെ കൊലപ്പെടുത്തി, അങ്ങനെ കുറേ പോകുന്നു. 2026 വീണ്ടും അക്രമമുണ്ടായി, വീണ്ടും ഒരുപാട് മരണങ്ങളുണ്ടായി. ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ആ സമയത്താണ് ആയത്തുള്ള അലി ഖംനൈ, അവരുടെ ആത്മീയ നേതാവ് കൊലപ്പെടുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം അങ്ങനെ തന്നെ ഇല്ലാതാകുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും 2025 ഏറെ 2026 ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. അതാണ് 11-ാമത്തായിട്ട് പറയുന്നത്. 12-ാമത്തെ പറയുന്ന കാര്യം ലെബനാൻ അടക്കമുള്ള പ്രോക്സി യുദ്ധ സംവിധാനങ്ങൾ അപ്പാടെ തന്നെ അവസാനിപ്പിക്കണം. അവരുമായിട്ടുള്ള യുദ്ധം അത് ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ടാണ് ആ ഭാഗം പറയുന്നത്. അപ്പോൾ എന്തിന് ലെബനാൻ ആക്രമിക്കുന്നു? ലെബനാൻ ആക്രമിച്ചുകൊണ്ടല്ലേ അവർ തിരിച്ചടിക്കുന്നത്? ആ പരിപാടി നിർത്തണം. അത് അമേരിക്കയുടെ പിന്തുണയോട് കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ലെബനാനിലെ പ്രോക്സി വിഭാഗങ്ങൾ നടത്തുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ നടത്തുന്ന കാരണത്താൽ, ഇസ്രായേൽ നടത്തുന്ന കാരണത്താൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കണം. അതിന് ഈ ഇസ്രായേലിനെ ചങ്ങലക്കിടണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ സംഘർഷവും ഒരേ സമയം തീർക്കണം എന്നുള്ളതാണ് 13-ാമത്തെ നമ്പറിൽ പറയുന്നത്. പ്രദേശത്തെ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഗസ ഉണ്ട് എന്നുള്ള ഒരു പരാമർശം കാണാൻ വേണ്ടി, ഗസ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഗസയുടെ പേരിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഗസക്കകത്ത് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടുകൂടി പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകുന്നു. വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം, വലിയ വിഷയങ്ങളുണ്ട്. അവിടെ പാലസ്തീനികളുടെ ഭൂപ്രദേശം കയ്യേറുന്നു, വീട് പിടിച്ചെടുക്കുന്നു, അവിടെ ഇസ്രായേലിൻ്റെ ജൂത വിഭാഗം താമസിക്കുന്നു, അങ്ങനെ പോകുന്നു. അതിൻ്റെ പ്രശ്ന കാര്യങ്ങളൊക്കെ അത് ചർച്ച ആവുന്നില്ല എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുണ്ട്. ആ വിഭാഗത്തിൻ്റെ എല്ലാവരും പ്രദേശത്തെ മുഴുവനും സംഘർഷവും ഒരേ സമയത്ത് അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങണം. 14-ാമത്തത് ആണവ വിഷയം 2-ാം ഘട്ടത്തിൽ ചർച്ച. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആണവ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴേ അല്ല, അത് അടുത്ത ഘട്ടത്തിൽ 2-ാം ഘട്ടത്തിൽ ചർച്ച ചെയ്യണം. അവിടെയാണ് പ്രാധാന്യമായിരിക്കുന്നത്. ബന്ദികളെ വെച്ചിട്ട് ഹമാസ് വിലപേശിയ പോലെയാണ് ആണവ വിഷയം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇറാൻ വിലപേശുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആണവ വിഷയം തന്നെയാണ്. ആണവ പൂർത്തീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം ആശങ്കയാണ്. അഥവാ ഈ ഭൂപടത്തിൽ പോലും ഇല്ലാത്ത വിധം ഇസ്രായേൽ നാട് നീങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് പല ഘട്ടത്തിലായിട്ട് പറഞ്ഞ ഒരേ ഒരു രാജ്യം ഇറാനാണ്. അതൊരു പ്രാബല്യമാക്കാൻ വേണ്ടിയിട്ട് ആണവായുധം കൊണ്ടുപോയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുമോ എന്ന് ഇസ്രായേൽ പേടിക്കുന്നു, അമേരിക്ക പേടിക്കുന്നു, അമേരിക്കയോടൊപ്പം അമേരിക്ക പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടി ഇതിലേക്ക് ഇങ്ങനെ എടുത്തിടാൻ കാരണം. അതായത് 2-ാം ഘട്ട ചർച്ചയിൽ മാത്രമേ ആണവ വിഷയം സംസാരിക്കാൻ പറ്റൂ എന്ന് ഇറാൻ പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് 14 നിർദ്ദേശങ്ങൾ. ഈ 14 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക അതിന് കൃത്യമായ രീതിയിലൊരു പ്രതികരണമോ മറുപടിയോ ഇതുവരെ നൽകിയിട്ടില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു ഔദ്യോഗിക പക്ഷമല്ല. ഏതായിരുന്നാലും ഇതിൻ്റെ മറുപടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി മുന്നോട്ട് യുദ്ധം ഉണ്ടാവുകയില്ലേ എന്ന തീരുമാനത്തിൽ എത്തുക എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.